എൻ്റെ അറിവിൽ രമേശ് ചെന്നിത്തല എന്തെങ്കിലും നാടിന് വേണ്ടിയിട്ടും ധാർമ്മികമായിട്ടും എന്തെങ്കിലും ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എൻ്റെ ഏറ്റവും വലിയ പോരാട്ടമായിരുന്നു മയക്കുമരുന്ന് ഇതിനെതിരെയുള്ള ഫൈറ്റ്. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിട്ട് വന്ന സമയത്ത് ആദ്യം എടുത്തത് തൂഫാൻ്റെ ആ ഒരു നാർക്കോയ്ക്കെതിരെയുള്ള ആക്ഷനാണ്. വർഷങ്ങൾക്കുള്ളൊരു ബന്ധം കൊണ്ട് ഞാൻ പറയുകയാണ്, അദ്ദേഹം എന്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ അത് മാന്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹത്തിന് ഒരു നല്ലൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഉദാഹരണം, ആകെ ഒറ്റ കാര്യം ഞാൻ അദ്ദേഹത്തിന് ആവശ്യപ്പെട്ടിട്ടുള്ളൂ, കെ കരുണാകരനെ പാർട്ടിയിൽ തിരിച്ചു കൊണ്ടുവരാൻ. അന്ന് അദ്ദേഹം അത് ചെയ്തു, ഉമ്മൻചാണ്ടിയും അത് ചെയ്തു. അതിന് ഗുരുവായൂരപ്പൻ നമ്മളൊരു നിയോഗമാക്കിയിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ ഇതേപോലെ മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് അദ്ദേഹത്തിനോട് അഭ്യർത്ഥിക്കുന്ന ഒരു കാര്യം, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നഷ്ടപ്പെട്ട സാധനങ്ങൾ തിരിച്ചു കൊണ്ടുവരണം. കാരണം അത് ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്, പബ്ലിക്കിൻ്റെയാണ്. 7.5 ഏക്കർ പറമ്പോക്ക് ഭൂമി എന്ന് പറയുന്നതിലാണ് അതിരിക്കുന്നത്, കൊട്ടാരത്തിൻ്റെ വകയിൽ. ഈ കൊട്ടാരത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ തിരുവനന്തപുരത്ത് കുറച്ച് രാജഭക്തിയുള്ള കുറച്ച് യൂസ്ലെസ്സുകളുണ്ട്. യൂസ്ലെസ് അവരിപ്പോൾ തന്നെ പറഞ്ഞ് മീശ പിരിച്ചു വെച്ചിട്ട് പറഞ്ഞ്, പിണറായി വിജയനെ തൊട്ടാൽ തലസ്ഥാനം കത്തിയെങ്കിൽ പൊന്ന് തമ്പുരാനെ തൊട്ടാൽ കേരളം കത്തുമെന്ന്. ആ പഴുതാര പോലെ ഒരു മീശയും പിടിച്ചിരിക്കുന്ന ആ ഊളേനെയാണോ പൊന്ന് തമ്പുരാൻ എന്ന് പറയുന്നത്? അവൻ്റെ ഹിസ്റ്ററി എന്താണെന്നറിയോ? നായാട്ട് നടത്തി വന്നവനാണ്, യുദ്ധം ചെയ്തവനാണ് രാജാവ്. ഒരു കൊതുവിനെ പോലും നേരവേ അടിച്ചിടാൻ പറ്റാത്തവനാണോ രാജാവ്? ഒരു തുരുമ്പ് പിടിച്ച വാളും വെച്ചിട്ട് കുറേ റീലും നടത്തി. എത്ര ഈ പ്രസ് ക്ലബ്ബിൽ ഇരുന്ന് പറയാൻ പറ്റില്ല, കാരണം ഇവിടെ സ്ത്രീകളുള്ളതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ പുറത്ത് പറയാൻ പറ്റില്ല. അത്രയും മോശമായ കാര്യങ്ങളാണ് അയാൾ അവിടെ ചെയ്തു കൂട്ടുന്നത്. ഒരു ADGPക്ക് അവിടെ ഭൂമി കിട്ടിയതിൻ്റെ പിന്നാമ്പുറ കഥകളെപ്പറ്റി മാധ്യമങ്ങൾ അന്വേഷിക്കണം. എങ്ങനെയാണ് ADGPക്ക് അവിടെ ലാൻഡ് കിട്ടിയെന്ന്, എന്ത് കാര്യത്തിൻ്റെ ഒത്തുതീർപ്പിലാണ് ലാൻഡ് കിട്ടിയെന്ന് അന്വേഷിക്കണം. നിങ്ങൾക്ക് അന്വേഷിക്കാനുള്ള പവറുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഒരു ബ്രേക്കിങ്ങും കൂടെ ഞാൻ തരികയാണ്. മാധ്യമങ്ങൾ കള്ളന്മാരാണ്, മാധ്യമങ്ങൾ കൊള്ളില്ല, പോലീസ് തെണ്ടിത്തരം കാണിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അവരിപ്പോൾ പ്രശ്നം നടത്തുമ്പോൾ, കുറച്ച് ദിവസം മുമ്പ് കൊട്ടാരത്തു നിന്ന് സ്വർണ്ണ മോഷണം പോയതും രത്നങ്ങളൊക്കെ മോഷണം പോയതും നിങ്ങളൊക്കെ കണ്ടതാണ്, അറിഞ്ഞാണല്ലേ? വാർത്ത കേട്ടില്ലേ? ആ സ്വർണം മോഷണം പോയതിൻ്റെ കംപ്ലീറ്റ് സാധനങ്ങളും പോലീസിന് കിട്ടി. ACP സന്തോഷിൻ്റെ കയ്യിൽ ആ തൊണ്ടി വിറ്റ പൈസ, മീൻസ് ആ മുതൽ വിറ്റ പൈസ എല്ലാം കൊട്ടാരത്തിലെ ഒരു സ്ത്രീയുടെ അക്കൗണ്ടിലും ആ സ്ത്രീക്ക് വളരെ വേണ്ടപ്പെട്ട വേറൊരാളുടെ അക്കൗണ്ടിലും വന്നു. ഞാൻ അതിപ്പോൾ പറഞ്ഞാൽ അതിപ്പോൾ സ്ത്രീ അപമാനിച്ചു എന്ന് പറയും. ഞാൻ അത് പറഞ്ഞില്ല, പോലീസിൻ്റെ എല്ലാ റിപ്പോർട്ടുണ്ട്, നിങ്ങൾ പോലീസിൻ്റെ അടുത്ത് ഇപ്പോൾ ചോദിക്കണം. കാർത്തിക് എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ കമ്മീഷണർ വളരെ സ്ട്രോങ് ആയിട്ട് ആരെടുത്തും വളയാതെ അദ്ദേഹം ഈ അന്വേഷണം നടത്തി വിവരം കൊണ്ടുവന്നു. പക്ഷേ FIR ഇട്ട് കഴിഞ്ഞപ്പോൾ അശ്വതി തമ്പുരാട്ടി എന്ന് പറയുന്ന അവർ പറഞ്ഞ എന്താണെന്നറിയോ? കൊട്ടാരത്തിലെ ആൾക്കാരുടെ പേര് വരികയാണെങ്കിൽ ഇത് പുറത്തു വരരുതെന്ന്. ഇതെന്ത് ന്യായമാണ്? ഇതെന്ത് ന്യായമാണെന്ന് പറയൂ. ഈ പൈസ ആരുടെ അക്കൗണ്ടിലാണ് വന്നത്? ഇതെല്ലാം പോലീസിൻ്റെ കയ്യിൽ കിട്ടി, പക്ഷേ ജനങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇത് ജീവൻ പണയം വെച്ചിട്ടുള്ളൊരു ഗെയിമാണിത്. ഇതൊരു വലിയ മാഫിയാണ്. ഇതിനെതിരെ ഭദ്രാനന്ദ് അല്ലാതെ ഇവിടെ ആരും സംസാരിച്ചിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഒരു രാഷ്ട്രീയ, ഇവിടെ UDF ഉണ്ട്, LDF ഉണ്ട്, BJP ഉണ്ട്. ഏതെങ്കിലും ഒരു നേതാവ് ഇതുപോലെ സംസാരിച്ചിട്ടുണ്ടോ? അവരല്ലേ സംസാരിക്കേണ്ട. ഞാൻ അൺഒഫീഷ്യൽ ഒപ്പോസിഷൻ ലീഡറാണോ ഇവിടുത്തെ? എനിക്ക് എൻ്റെ ജനം എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും തന്ന വിശ്വാസമാണ്. പണ്ട് എനിക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വന്നു. സത്യം പറയുന്നവനെ എപ്പോഴും ക്രൂശിക്കുക. നിങ്ങൾ ദയവ് ചെയ്ത് ഇപ്പം തന്നെ നിങ്ങളുടെ എല്ലാ യൂണിറ്റും ഉണ്ടല്ലോ ട്രിവാൻഡ്രത്ത്, ഇപ്പം തന്നെ ചോദിക്കൂ. പിണറായി വിജയൻ അടക്കം അറിയുന്ന കേസാണിത്. ഇതിൽ VD സതീശൻ എന്ത് ചെയ്യുമെന്നുള്ളതാണ് മറ്റൊരു വലിയൊരു ചോദ്യം. ഏറ്റവും വലിയൊരു ചോദ്യം അതാണ്. അദ്ദേഹം വളരെ യുണീക്കായിട്ട് കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഇത് അൺബൈസ്ഡ് ആയിട്ട് ഇതിലിവിടെ നീതി കിട്ടണം. പത്മനാഭസ്വാമി ക്ഷേത്രം ഒരു ചെറിയ വിഷയമല്ല, ഏറ്റവും വലിയ രാജ്യദ്രോഹമാണ് ഈ നടന്നിരിക്കുന്നത്. കൊട്ടാരത്തിൻ്റെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും കൊട്ടാരത്തിൻ്റെ അൺവാണ്ടഡ് ആക്ടിവിറ്റീസും മോണിറ്റർ ചെയ്യാൻ ഇവിടെ ഒരു വിങ് വേണം. കൊട്ടാരത്തിനകത്ത് ഒരു സാധാരണക്കാരൻ ഈ അമ്പലത്തിനകത്ത് പോയി കഴിഞ്ഞാൽ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അവൻ്റെ മുണ്ട് വരെ പോക്കി മെറ്റൽ ഡിറ്റക്ടർ വെച്ച് മാറ്റി നിർത്തുന്ന ഒരു സംവിധാനമുള്ളപ്പോൾ അവിടെ ഈ രാജാവിനും രാജാവിൻ്റെ പരിചാരകരായിട്ട് നടക്കുന്ന ഈ ക്രിമിനൽസിനൊന്നും പോകുന്നതിന് ഒരു രീതിയിലുള്ള റെസ്ട്രിക്ഷൻ ഇല്ല. അജിത് ദോവൽജി വന്നപ്പോൾ പോലും അവിടെ പ്രോപ്പർ ചാനൽ വഴിയാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് അതിനകത്ത് കയറാം, ഇറങ്ങാം, മോട്ടിക്കാം, ഇവർക്ക് ആരെയും വരട്ടാം, ഇവർക്ക് ആരെയും ഇല്ലാണ്ടാക്കാം, ഇവർക്ക് എല്ലാ അനീതികളും ചെയ്യാം. എന്നാൽ ഇവർക്കൊരു ഗ്ലോറിഫിക്കേഷനും ഉണ്ട്, പാലസിൻ്റെ ഭാഗമാണെന്ന്. ഇതെന്തായി നടക്കുന്നത് ഇവിടെ?
ദിസ് ഈസ് നത്തിങ്, ഒരു ചെറിയ ഒരു രീതിയിലുള്ള ഒരു കാര്യമല്ല. ദിസ് ഈസ് സംതിങ് വെരി സീരിയസ്. BBC വരെ CNN വരെ എല്ലാ മീഡിയാസും ബി നിലവറ തുറന്നത് ഫോക്കസ് ചെയ്താണ്. ആ ബി നിലവറ തുറന്ന് എടുത്തോണ്ട് പോയ സാധനങ്ങളുടെ കാര്യമാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. നിങ്ങളിത് കൈവയ്ക്കാതെ ഈ സാധനത്തിൽ നീതി കിട്ടില്ല, ഉറപ്പാണ്. ഇറ്റ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ്. നിങ്ങൾ എന്തെങ്കിലും ഇതിൽ ചെയ്യണം. എൻ്റെ പൊന്ന് ബ്രോ, തിരുവനന്തപുരത്ത് പറഞ്ഞ് പ്രസ് ക്ലബ്ബിൽ അടിയഡായിട്ടാണ് ഇറങ്ങിപ്പോയി. അവസാനം അവരുടെ 2-3 സാധനങ്ങളുണ്ടായിരുന്നു അതിനകത്ത്. പക്ഷെ കുറച്ച് പേര് അത് ഇട്ടില്ല എന്ന് പറയുന്നില്ല. അവിടെ ധാർമ്മിക ബോധമുള്ളവരുണ്ട്. പക്ഷെ കംപ്ലീറ്റ് അവർ ബൈസ്ഡാണ്. അവർക്ക് അനങ്ങാൻ പറ്റില്ല. പക്ഷെ മലബാർ എന്ന് പറയുന്നത്, എനിക്ക് ഇവിടുത്തെ ചോരയും എനിക്കൊരു ബന്ധമുണ്ട്. ഇതൊരു പോരാട്ട ഭൂമിയാണ്. ഞാൻ ഇവിടെയാണ് പല എക്സ്ക്ലൂസീവ് സാധനങ്ങളും ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. കാരണം ഇവിടെ പ്രത്യേകിച്ച് ആർക്കും ഒരു പ്രത്യേക ഇൻറ്റൻഷൻ ഒന്നുമില്ല. ശരിയാണെന്ന് തോന്നി അവർ ചെയ്യും. ഞാൻ ഇന്നലെ രാത്രി കാട്ടിക്കിടന്ന് ഉറങ്ങിയിട്ട് എത്ര റിസ്ക് എടുത്തിട്ടാണ് ഞാൻ അവിടെ നിന്ന് വന്നത്. അതിൻ്റെ വാല്യൂ ഇവിടെ ഉള്ളവർ കാണിക്കാറുണ്ട്. കഷ്ടപ്പെട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടി, ഒരുപാട് പ്രഷറാണ്. ഇത് പറയരുതേ എന്ന്. പക്ഷെ ഞാനിത് പറഞ്ഞില്ലെങ്കിൽ എന്നെ ഇവിടെ വരുത്തുന്നത് പത്മനാഭസ്വാമിയാണ്. എല്ലാവരും തിന്മയുടെ പ്രതിരൂപങ്ങളല്ല. എനിക്ക് കുറച്ച് പൈസ കിട്ടും, അല്ലെങ്കിൽ കുറച്ച് ആനുകൂല്യങ്ങൾ കിട്ടും എന്നൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അവരുടെ കൂട്ടത്തിൽ ചെന്ന് നിന്നാൽ മതി. കാരണം ഞാൻ ആ ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ എൻ്റെ 23-ാമത്തെ വയസ്സിൽ ഞാൻ അയാളെ തിരിച്ച് കൊട്ടാരത്തിൽ കയറ്റുന്നത്, മീൻസ് അമ്പലത്തിൽ കയറ്റുന്നത്. അത് റോയുടെ ADGP ആയിരുന്ന കേണൽ PGR നായർ പറയുന്ന റിപ്പോർട്ട് ഏഷ്യാനെറ്റ് ബ്രേക്ക് ചെയ്ത സാധനം നെറ്റി കിടപ്പുണ്ട്. അദ്ദേഹം അവിടെ കയറിയ കാല് വെട്ടുമെന്ന് പറഞ്ഞു. അത്രയും മാത്രം ഞാൻ കൊട്ടാരത്തിലെ ആൾക്കാരെ സഹായിച്ച ആളാണ്. എനിക്ക് രാജഗുരു പട്ടം തന്നതാണ്. പക്ഷേ എനിക്കിതൊന്നും നോക്കിയിട്ടല്ല. തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് പറയണം. അത് എൻ്റെ അപ്പൻ തെറ്റ് ചെയ്താലും ഞാനത് എതിർക്കും. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ തോക്ക് സ്വാമിയായി പോയത് കേരളത്തിൽ. ഇല്ല, ഹിമവൽ മഹേശ്വര ഭദ്രാനന്ദ് എന്നൊരു ട്രെയിൻ പോലത്തെ പേരായിരുന്നു. അതിനെ ഞാൻ ഷോർട്ടാക്കിയിട്ട് വെറും സ്വാമി ഭദ്രാനന്ദ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള തോക്ക് സ്വാമി എന്ന് വിളിക്കുന്നതാണ് എനിക്കും ഇഷ്ടം. ചിരിക്കണ്ട, അതൊരു ഭയങ്കര രസമുള്ള കഥയാണ്. മെയ് 17, 2008 ആലുവ പോലീസ് സ്റ്റേഷനിൽ തോക്ക് പൊട്ടിയതും, മെയ് 17, 2009 ഭീമാപള്ളിയിൽ തോക്ക് പൊട്ടിയതും, അത് സംബന്ധിച്ച് 6 പേര് മരിച്ചതും അതൊരു മൂവി ആവുന്നുണ്ട്. അപ്പം മനസ്സിലാവും. അപ്പോൾ അത് നല്ല രസമാണ്, ചിരിക്കുകയല്ല. അത് കുറച്ചുകൂടെ ത്രില്ലിംഗ് മൂവിയാണ്. അല്ലാതെ ഇപ്പോൾ പറഞ്ഞാൽ അത് ശരിയാവില്ല. ഇല്ല, പിണറായി വിജയന് അങ്ങനെ മാറിയെങ്കിൽ ഞാൻ തന്തയില്ലാത്തവനായി പോകും. ഒരിക്കലുമില്ല. പിണറായി വിജയൻ തന്നെയാണ്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ്. അദ്ദേഹത്തിനുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ശരി, VD സതീശൻ അദ്ദേഹം വന്നു, ഓക്കെ, അദ്ദേഹത്തിന് ഇപ്പോൾ പാർട്ടിയിൽ എല്ലാവർക്കും ഒരു ചേഞ്ച് വരും. സൊസൈറ്റിയിൽ ജനത്തിൻ്റെ തീരുമാനമല്ലേ ആരെ എടുക്കണം വേണ്ടെന്ന്. പക്ഷേ ആസ് എ പൊളിറ്റീഷ്യൻ നിലപാട്, കെ കരുണാകരൻ, പിണറായി, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നിലപാടെടുത്ത നിലപാട് തന്നെയാണ്.